പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 21. പുതിയ ആകാശം, പുതിയ ഭൂമി. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. സ്വർഗീയ ജെറുസലേം. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ്സുണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്ത കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു. അതിന് നീളത്തോളം തന്നെ വീതി. അവൻ ആ ദണ്ട് കൊണ്ട് നഗരം അളന്നു. 12,000 സ്താദിയോൺ. അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം. അവൻ അതിൻ്റെ മതിലും അളന്നു. മനുഷ്യൻ്റെ തോതനുസരിച്ച് 144 മുഴം. അതുതന്നെയായിരുന്നു ദൂതൻ്റെ തോതും. മതിൽ സൂര്യകാന്തം കൊണ്ട്, നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടികതുല്യം നിർമ്മലവുമായിരുന്നു. നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഢൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11ാമത്തേത് വജ്രം, 12ാമത്തേത് സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിൻ്റെ തെരുവീതി അച്ച സ്ഫടികതുല്യമായ തനിത്തങ്കമായിരുന്നു. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്.
അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല. അവിടെയാകട്ടെ രാത്രി ഇല്ലാതാനും. ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗഢില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവജനമേ, നമ്മുടെ ആത്മീയ യാത്രയിൽ ദൈവവചനം വായിച്ചും പങ്കുവച്ചും നാം ഇത്രയും ദൂരം പിന്നിട്ടു. വെളിപാട് പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ ധ്യാനയാത്ര പൂർത്തിയാക്കാൻ ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഈ യാത്രയുടെ സമാപനത്തിൽ നാം അതിനുശേഷം ഏശയ്യാ പ്രവാചകനിലൂടെ ഒരു പുതിയ യാത്ര ആരംഭിക്കും. ഇതുവരെയുള്ള വചന വിചിന്തനങ്ങൾ നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓരോ ദിവസവും ദൈവഹിതം തിരിച്ചറിയാൻ ഇത് നമ്മെ സഹായിക്കും. ഈ വചനയാത്രയിൽ നാം നേടിയ അറിവുകൾ നമ്മുടെ വിശ്വാസത്തിന് തീർച്ചയായിട്ടും ആഴം, ബോധ്യം ഇവ നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്കിത് വലിയ വിശ്വാസ തീക്ഷ്ണതയുടെ വ്യക്തിപരമായ ഒരു യാത്രയുമായിരുന്നു. വെളിപാട് 21-ാം അധ്യായം നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചകൾ വളരെ വലുതാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വാഗ്ദാനം ചെയ്യുന്ന ഈ വേദഭാഗം ദൈവത്തിൻ്റെ അന്തിമമായ രക്ഷാകര പദ്ധതിയെ വെളിപ്പെടുത്തുന്നു. പാപവും മരണവുമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഈ വേദഭാഗം നമുക്ക് നൽകുന്നു. ദൈവം മനുഷ്യരോടൊപ്പം വസിക്കുന്ന കണ്ണീരും വേദനയുമില്ലാത്ത ഒരു സ്വർഗീയ നഗരത്തെക്കുറിച്ച് നാം 21-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഈ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത് അത് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഇടപെടലിലൂടെ സാധ്യമാകുന്ന ഒന്നാണെന്നാണ്. സമാധാനവും സന്തോഷവും മാത്രം നിലനിൽക്കുന്ന ഒരിടം. ഈ അധ്യായത്തിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് അർത്ഥം നൽകുന്നു. നാം ഈ ലോകത്ത് അനുഭവിക്കുന്ന വേദനകളും നഷ്ടങ്ങളും താൽക്കാലികമാണെന്ന തിരിച്ചറിവ് ഇത് നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം പൂർണ്ണമായി അനുഭവപ്പെടുന്ന ഒരു നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ പ്രയാസങ്ങൾ സഹിക്കാൻ നമുക്ക് ശക്തി ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എക്കാലവും വിശ്വസനീയമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ ജെറുസലേം എന്ന സങ്കല്പം ദൈവജനത്തിൻ്റെ അന്തിമമായ ഒത്തുചേരലിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് പൂർണ്ണമായ വിശുദ്ധിയുടെയും ഐക്യത്തിൻ്റെയും ഇടമായിരിക്കും. പ്രിയ സഹോദര സഹോദരി, ഈ വചനഭാഗം നമുക്ക് നൽകുന്ന പാഠം നാം ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് എന്നാണ്. നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗത്തിലാണെന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഈ ലോകജീവിതം ഒരുക്കത്തിനുള്ള ഒരു അവസാന സമയമാണ്. ദൈവഹിതമനുസരിച്ച് ജീവിച്ച് നിത്യജീവൻ അർഹരാകാൻ നാം ഓരോ നിമിഷവും പരിശ്രമിക്കണം. ഓരോ ദിവസവും വിശുദ്ധിയിൽ വളരാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നാം ജീവിക്കുന്ന ഈ ലോകം നശ്വരമാണെന്നും അനശ്വരമായ ഒരു ലോകം നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ള ആ മനോഹരമായ അറിവ് നമ്മുടെ മുൻഗണനകളെ ക്രമീകരിക്കാൻ സഹായിക്കും. ഈ അധ്യായം ഇന്നത്തെ ലോകത്തിന് വളരെയധികം പ്രസക്തവുമാണ്. യുദ്ധങ്ങളും അക്രമങ്ങളും പ്രകൃതി ദുരന്തങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്ത് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള വാഗ്ദാനം മനുഷ്യകുലത്തിന് വലിയ പ്രത്യാശ നൽകുന്നു. ലോകം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും സാമൂഹിക അനീതികളും കാണുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണമായ ഇടപെടലിനായി നാം കാത്തിരിക്കുന്നു. വേദനയും മരണവുമില്ലാത്ത ഒരു ലോകമെന്ന സങ്കല്പം സമാധാനത്തിനായി ദാഹിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും തീവ്രമായ ആഗ്രഹമാണ്, നിങ്ങളുടെയും എൻ്റെയും. ഈ വാഗ്ദാനം നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഊർജം നൽകുകയും ചെയ്യുന്നു. ഇത് ഒരു വെറും വാക്കല്ല. ഈ വെളിപാട് പഴയ നിയമ പ്രവചനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടുമിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ ഇതിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നുവെന്ന് 65-ാം അധ്യായം 17-ാം വാക്യത്തിൽ യെശയ്യാത്തിൽ നാം വായിക്കുന്നു. ഇത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവോടെ പൂർണ്ണമാകുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിൻ്റെ ഉത്ഥാനവും കർത്താവ് നൽകിയ രക്ഷയും ഈ വാഗ്ദാനങ്ങളുടെ എല്ലാം അടിസ്ഥാനമാണ്. യേശു നമ്മെ പുതിയ ഉടമ്പടിയിലേക്ക് നയിച്ചു. കർത്താവ് തന്നെയാണ് ജീവൻ്റെ ഉറവയും പ്രകാശവും. അവിടുത്തെ തിരുരക്തത്താലാണ് ഈ പുതിയ ലോകത്തിലേക്കുള്ള പ്രവേശനം നമുക്കോരോരുത്തർക്കും സാധ്യമായതും. ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങിയിരിക്കണം. അവിടുന്ന് എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല.
അതിനാൽ എപ്പോഴും ജാഗ്രതയോടെ നമുക്ക് ജീവിക്കാം. പാപത്തിൽ നിന്ന് പൂർണ്ണമായി അകന്ന് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും മുഴുകി നാം കാത്തിരിക്കണം നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ നാം പരിശ്രമിക്കണം. കർത്താവിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. ഈ ലോകത്തിലെ മോഹങ്ങളിൽ വീഴാതെ സ്വർഗീയ വിരുന്നിനായി കുഞ്ഞുങ്ങളെപ്പോലെ ദാഹിച്ച് നമുക്കൊരുങ്ങാം. കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വചനധ്യാനങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് കരുത്തേകട്ടെ. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം. കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മെ കാത്തിരിക്കുന്നു. ആ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് ചേരാം. പ്രത്യാശ കൈവിടാതെ സന്തോഷത്തോടെ നമുക്ക് ഈ ആത്മീയ ജീവിത യാത്ര മുൻപോട്ട് തുടരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.